ഹായ് ഗായ്സ്, വെൽക്കം ടു വെരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് യദു. അപ്പോൾ നമ്മളിന്ന് ടോപ്പിക് വൈസ് സ്പീഡ് മോക്കിലെ ഡേ 3 ആണ്, ഏജസ് ആൻഡ് പാർട്ണർഷിപ്പിൽ. അപ്പോൾ നമ്മൾ ഏജസും പാർട്ണർഷിപ്പ് രണ്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചു. 10 ക്വസ്റ്റ്യൻ വെച്ച് 20 ക്വസ്റ്റ്യൻ കിട്ടുമല്ലോ. അപ്പോൾ ഏജസ് ആയിരിക്കും, അത് റേഷ്യോ പെർസെൻറ്റേജ് ഫസ്റ്റ് ബേസിക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് റേഷ്യോ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബേസിക്കലി പറഞ്ഞാൽ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും ഏജസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 30 seconds. നോക്കിയേ, നിങ്ങൾ ആൻസർ കിട്ടിയിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കില്ല. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. ഓക്കെ, അപ്പം പ്രസൻറ്റ് ഏജസ് ഓഫ് രണ്ട് ആൾക്കാരുണ്ട്, എയും ബിയും. അവരുടെ പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ 3:4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് ഇവരുടെ പ്രസൻറ്റ് കേസ്, ഇനിയും ഇത് ഇവരുടെ 12 വർഷം മുമ്പുള്ള കേസ്. അവരുടെ റേഷ്യോ എത്ര? 2:3. അപ്പം നോക്കിയേ, രണ്ട് പേരുടെയും ഈ രണ്ട് കേസിലെയും ഇത് പാസ്റ്റ്, അതായത് 12 വർഷം മുമ്പുള്ള റേഷ്യോ, ഇത് പ്രസൻറ്റ് റേഷ്യോ. രണ്ട് പേരുടെയും ഏജ് ഗ്യാപ്പ് എത്ര ആയിരിക്കണം? ഇത് പ്രസൻറ്റും പാസ്റ്റും രണ്ട് പേരുടെയും പറയുമ്പോഴും, അതായത് പ്രസൻറ്റിൽ 12 വർഷം കുറയ്ക്കുമ്പോഴാണ് എക്ക് 2 യൂണിറ്റും ബിക്ക് 3 യൂണിറ്റും വരുന്നത്. അതായത് രണ്ട് പേരുടെയും രണ്ട് സിറ്റുവേഷനിലുമുള്ള ഇയർ ഗ്യാപ്പ് 12 വർഷം തന്നെ. അത് എത്ര യൂണിറ്റായി? ഇവിടെ 3 എന്നുള്ള 2ആയി, 4 എന്നുള്ള 3. അതായത് രണ്ട് പേർക്കും ഓരോ യൂണിറ്റ് വെച്ച് ഏജ് കുറഞ്ഞു. ഈ ഓരോ യൂണിറ്റ് കുറയുന്നെന്ന് പറയുന്നത് തന്നെയാണ് എത്ര വർഷം എന്ന് പറയുന്നത്? 12 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു യൂണിറ്റ് 12 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? സം ഓഫ് പ്രസൻറ്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി. പ്രസൻറ്റ് ഏജസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റേഷ്യോ 3:4 അല്ല. അപ്പോൾ രണ്ട് പേർക്കും കൂടെ 3ഉം 4ഉം ടോട്ടൽ 7 യൂണിറ്റ് ആണ് അവരുടെ ഏജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമ്മ്. അപ്പോൾ ഒരു യൂണിറ്റ് 12 ആണെങ്കിൽ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 × 12 84 ഇയേഴ്സ് ആയിരിക്കും അവരുടെ പ്രസൻറ്റ് ഏജസിൻ്റെ സമ്മ്. ഓപ്ഷൻ 2 ആയിരിക്കും. ഓക്കെ, നമ്മളിത് ഇവിടെ ഇപ്പം ഈ രണ്ട് കേസിലും വ്യത്യാസം 2 1 ആയതുകൊണ്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്, ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, ടൈം കഴിഞ്ഞ്. നമ്മളിത് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഏജസ്, ആവറേജ് പോലുള്ള ക്വസ്റ്റ്യൻസ്, അതും പേഴ്സൻറ്റേജിന് മിക്സ്ചറിൽ പോലുള്ള ക്വസ്റ്റ്യൻസിൽ ഡീവിയേഷൻ പഠിച്ച് വെച്ചോണം. അതിനുപരി ആവറേജ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. നോക്കിയേ, 40 ഇയേഴ്സ് ആയിരുന്നു 5 വർഷം മുമ്പ് അവരുടെ ആവറേജ് അല്ലേ? അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആ 4 പേർക്ക്, 4 പേരല്ലേ, 4 people ഉണ്ട്. അപ്പം 4 പേരുടെ ആവറേജ് 40 എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് 40 വെച്ച് കാണും എന്ന് അസ്യൂം ചെയ്തു. ഓരോരുത്തർക്ക് 40 ഉണ്ടാവണം എന്നില്ല, അസ്യൂം ചെയ്തു. അത് ഇപ്പോൾ എത്ര കാണും? അതായത് പ്രസൻറ്റിൽ ഇതെത്ര? 5 വർഷം മുമ്പുള്ള കാര്യം. ഇനി 5 വർഷം കഴിഞ്ഞല്ലേ പ്രസൻറ്റ് കേസ് ആവുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ 40+5, അത് 5 വർഷം കഴിയുമ്പോൾ ഓരോരുത്തർക്കും എത്ര വെച്ച് കൂടും? 5 വയസ്സ് വെച്ച് കൂടും. ഓരോരുത്തർക്കും 5 വർഷം കൂടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആവറേജ് 5 കൂടി. ഇപ്പോൾ എത്ര ആയിരിക്കും? 4 പേരുടെയും ആവറേജ് 45 ഇയേഴ്സ് ആയിരിക്കും. ആൻഡ് ഈ ഗ്രൂപ്പിലോട്ട്, ആവറേജ് 45 ഉള്ള ഒരു ഗ്രൂപ്പിലോട്ട്, 4 പേരുള്ള ഒരു ഗ്രൂപ്പിലോട്ട് ഒരാൾ വന്നു. അയാളുടെ ഏജ് എനിക്കറിയത്തില്ല. അയാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് ഇപ്പോൾ എത്രയായി? 46 ആയി. അതായത് ആവറേജ് എത്ര കൂടി? 1 കൂടി. ആവറേജ് 1 കൂടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓരോ ആൾക്കാർക്കും, ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ ആ ഓരോരുത്തർക്കും 1 വർഷം വെച്ച് കൂടുക എന്നല്ലേ അർത്ഥം. ആവറേജ് 1 കൂടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ ഇയാളും കൂടെ വന്നതിന് ശേഷം ടോട്ടൽ 4+1 എത്ര പേരുണ്ട്? 5 people ഉണ്ട്, 5 ആൾക്കാരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ വയസ്സ് വെച്ച് കൂടും. അപ്പോൾ 5 ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത്, അല്ല വ്യത്യാസം എന്ന് പറയുന്നത് എത്ര? 5 × 1 5 ഇയേഴ്സ് ആയിരിക്കും. ഓക്കെ,
അതായത് ഈ 5 ഇയേഴ്സ് ഇയാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയതല്ല മൊത്തത്തിലുള്ള ഡീവിയേഷൻ. അപ്പം ഈ വന്നയാളാണ് 5 വർഷം മുന്നോട്ട് തള്ളിച്ചത്. ടോട്ടൽ ഡീവിയേഷൻ 5 വർഷം വന്നത്. അപ്പം ഇയാൾ ഏത് ഗ്രൂപ്പിലോട്ടാണ് വന്നത്? 45 വയസ്സുള്ള ഗ്രൂപ്പിലോട്ടാണ് വന്നത്. അപ്പം 45 + 5, ഈ +5 ആണോ -5 ആണോ നോക്കണം. എൻ്റെ അർത്ഥം എന്താ? ഓരോ വർഷം കൂടി എന്നല്ല പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വർഷം കൂടി. ഇപ്പോൾ 5 പേരുണ്ട്. അപ്പോൾ 5 പേർക്കും കൂടെ 5 × 1 ടോട്ടൽ 5 ഇയേഴ്സ് ആ ഗ്രൂപ്പിന് കൂടി ബിക്കോസ് ഓഫ് ആ വന്നയാൾ. അതായത് ആ വന്നയാൾക്ക് ഈ വന്ന ഗ്രൂപ്പിൻ്റെ ആവറേജിനേക്കാൾ 5 വർഷം കൂടുതലായിരിക്കും. അതായത് 45 + 5 50 ഇയേഴ്സ് ആയിരിക്കും ആൻസർ നമുക്ക് വരുന്ന. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഡീവിയേഷൻ്റെ ബേസിക് കൺസെപ്റ്റ്. കാരണം നോക്കിയേ, ഇവരുടെ പ്രസൻറ്റ് ആവറേജ് 45. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തർക്കും 45 45 45 വെച്ചുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ. ഇനി ഒരാളും കൂടെ വരുന്നു. അയാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഒന്നുകൂടി. അതായത് ഇപ്പോൾ ഒരാളും കൂടെ ഉണ്ട്. നമ്മൾ വന്നയാൾക്ക് 45 ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ഇനിയും അതിനേക്കാൾ എത്ര കൂടുതലാണ് കുറവാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വന്നയാൾക്ക് 45 ഉണ്ട്. ഇനിയും അതിനേക്കാൾ എത്ര കൂടുതൽ എത്ര കുറവാണെന്ന് കാണിച്ചാൽ നമുക്ക് റിയലൈസ് കിട്ടും. എത്ര കൂടുതലാണെന്നാണ് നമ്മൾ ഡീവിയേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും ഒന്നുകൂടി. അങ്ങനെ 5 പേരുണ്ട് ഇപ്പം. അപ്പോൾ 5 × 1 ടോട്ടൽ 5 ഇയേഴ്സ് കൂടി. എന്തിനേക്കാൾ കൂടി? ഇയാൾ ഈ 45 ഇയേഴ്സ് ആവറേജ് ഉള്ള ഗ്രൂപ്പിലോട്ടല്ലേ വന്നത്. അപ്പം 45 മൈനസിന് വരും +5 50 ഇയേഴ്സ് ഉള്ളയാളാണ് വന്നത്. ഇത് ക്ലിയർ ആവാൻ ഇതൊന്ന് തിരിച്ചാലോചിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ ഒന്ന് മായ്ക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിട്ടങ്ങ് അസ്യൂം ചെയ്യാം. 50 വയസ്സുള്ള ഒരാൾ വന്നു. അപ്പം നമുക്ക് കറക്റ്റ് 46 ആണോ നോക്കാം. 50 വർഷമുള്ള ഒരാൾ വന്നു. ഏത്? ഈ ഗ്രൂപ്പിലോട്ട് 45 ഇയേഴ്സ് ആവറേജ് ഏജ് ഉള്ള ഒരു ഗ്രൂപ്പിലോട്ട് 50 വയസ്സുള്ള ഒരാൾ വന്നു ആണേ. അപ്പം നോക്കിക്കേ, 50 വയസ്സുള്ള ഒരാൾ വന്നു. അയാൾക്ക് എത്ര കൂടുതലാണ്? ആവറേജിനേക്കാൾ എത്ര കൂടുതലാണ്? 5 ഇയേഴ്സ് കൂടുതലാണ് അല്ലേ. ഇനിയും ഇയാളും കൂടെ വന്നപ്പോൾ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട് ഇല്ലേ. അപ്പം ടോട്ടൽ ഗ്രൂപ്പിൽ 5 വർഷത്തിൻ്റെ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അത് ഓരോരുത്തർക്കും എഫക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈക്വലായിട്ടല്ല എഫക്റ്റ് ചെയ്യുന്നത്. 5 ആൾക്കാർക്ക് വെച്ചിട്ടാണ് 5 ഇയേഴ്സ് വീതിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും 5/5 + 1 ഇയർ കൂടണം. അതായത് ആവറേജ് +1 കൂടണം. അങ്ങനല്ലേ 45 + 1 46 ആയത്. അങ്ങനെ ഡീവിയേഷൻ വെച്ച് കണക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. സമയം കഴിഞ്ഞ് നോക്കിയേ. ഇത് സാധാരണ രീതി ചെയ്യും. സാധാരണ രീതി ചെയ്യുന്നവരെ എങ്ങനെ ആദ്യം പറയാം, എന്നിട്ട് ഞാൻ ഡീവിയേഷൻ പറയാം. നോക്കിയേ, 18 വർഷം ആണ് ആവറേജ് ഏജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇപ്പോൾ ഒരാളും കൂടെ വന്നു. അതായത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരാളും കൂടെ വന്നു. അയാളുടെ ഏജ് എനിക്ക് അറിയത്തില്ല, ഞാൻ X എന്ന് എടുത്തു. ഇനിയും ഇപ്പോൾ എത്ര പേരുണ്ട്? ഇയാളും കൂടെ വന്നപ്പോൾ 5 + 1 6 പേരുണ്ട്. അവരുടെ ആവറേജ് എന്ത് തന്നെ ആണെന്നാണ് പറഞ്ഞാൽ, മാറ്റമില്ല. മുമ്പ് എത്ര ആയിരുന്നു അത്രയും തന്നെയാണ് ഇപ്പം എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം 18 ഇയേഴ്സ് ആണ് അവരുടെ ആവറേജ്. അപ്പോൾ ടോട്ടൽ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ അല്ലേ. അപ്പം ആവറേജ് 18 ആണ്. ഇപ്പോൾ ടോട്ടൽ 6 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് 18 × 6, അതായത് 108 അല്ലേ. അപ്പം 108 ആവണം ഇവരുടെ സം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 18 2 വർഷം മുമ്പ് അല്ലേ. ഇപ്പം 5 പേരില്ലേ, 5 പേരുടെ ആവറേജ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ അവരുടെ സം എന്ന് പറയുന്നത് 18 × 5 പ്ലസ് പിന്നെന്താ, ഈ 5 പേരും 2 വർഷം കഴിയും. ഇപ്പോൾ പ്രസൻറ്റ് കേസ് പറയുമ്പോൾ ഓരോരുത്തർക്കും 2 വർഷം വെച്ച് കൂടത്തില്ലേ. 2 ഇയേഴ്സ് എഗോ ഉള്ള കേസ്. അപ്പോൾ പ്രസൻറ്റിലെ കാര്യം പറയണമെങ്കിൽ 2 വർഷം കൂടണം. എത്ര പേർക്ക് കൂടും? 5 പേർക്കും 2 വർഷം വെച്ച് കൂടും. അപ്പം പ്ലസ് 5 പേർക്ക് 2 വെച്ച് കൂടി. അതായത് ഇപ്പം ഉള്ള ആൾക്കാരുടെ ഏജാണ് 5 പേരുടെ ഇപ്പോഴത്തെ സമ്മാണ് അല്ലേ. പ്ലസ് ഒരാളും കൂടെ വരുന്നു, 6ാമത്തെ ആളും കൂടെ വരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ നേരം 90 ഉം 10ഉം 100 + X എന്ന് പറയുന്നത് 108 ആണ്.
എങ്കിൽ എക്സ് എന്ന് പറയുന്നത് 108 - 100 8 ഇയേഴ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ 1 കുത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് ഇത്രയും കാൽക്കുലേഷൻ ഇല്ലാതെ ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ അല്ലേ? അതായത് ഈ ബ്രാക്കറ്റിനകത്ത് ഇട്ടേക്കുന്നത് 2 വർഷത്തിന് ശേഷം ഈ 5 പേരുടെയും കൂടെ ഏജസിൻ്റെ സമ്മ, അത് നമ്മൾ 108 ഓൾറെഡി കണ്ടുപിടിച്ചതുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, വന്നയാളുടെ ഏജ് എക്സുമായിട്ട് വെച്ചിട്ട്. ഇനി അതല്ലാതെ നോക്കിക്കേ, ഇവരുടെ പ്രസൻറ്റ് 18 ഇയേഴ്സാണ്. 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ ആവറേജും എത്ര തന്നെ കൂടും? 2 വർഷം കൂടും. കാരണം 2 വർഷം ഓരോരുത്തർക്കും 2 വർഷം വെച്ച് കൂടും. അപ്പോൾ പ്രസൻറ്റ് ആവറേജ് എന്ന് പറയുന്നത് 20 ഇയേഴ്സാണ്. 5 പേരുണ്ട്. ഈ ഗ്രൂപ്പിലോട്ട് അൺനോൺ ഏജ് ഉള്ളൊരു വ്യക്തി വരും. അയാളുടെ ആവറേജ് നമുക്ക്, അല്ലെങ്കിൽ അയാളുടെ ഏജ് നമുക്കറിയത്തില്ല. അപ്പം ഈ ഗ്രൂപ്പിൽ ഓൾറെഡി 5 പേരല്ലേ, ഇയാളും കൂടെ വരുമ്പോൾ ഇപ്പോൾ എത്ര പേരുണ്ട്? 6 പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ ഇയാളും കൂടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് സ്റ്റിൽ റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് എത്ര ഉണ്ടോ അത് തന്നെയാണ് ഇപ്പോഴത്തെ ആവറേജ് എന്ന് അർത്ഥം. അതായത് 2 വർഷം മുമ്പുള്ള ആവറേജ് എത്ര ആയിരുന്നു? 18 ആയിരുന്നു. അപ്പോൾ പ്രസൻറ്റ് കേസിൽ ഇയാൾ വന്നു കഴിഞ്ഞിട്ടും ആവറേജ് പഴയതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് 18 തന്നെ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്താ? പ്രസൻറ്റ് 20 ആയിരുന്നു, ഇയാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് 18 ആയി. അതായത് 2 കുറഞ്ഞു, 2 വർഷം കുറവ് വന്നു. ആവറേജ് 2 വർഷം കുറവ് വരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എത്രയൊക്കെ മെമ്പേഴ്സ് ഉണ്ടോ ഓരോരുത്തർക്കും 2 വർഷം വെച്ചിട്ട് കുറവ് വന്നു. അപ്പം പുതിയൊരാൾ ഒരു ഗ്രൂപ്പിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കുറയാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? വന്ന വ്യക്തിക്ക് 20-നേക്കാൾ താഴെയുള്ള പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ നേരത്തെ ബേസിക് ആവറേജിൻ്റെ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്. ഒരു ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് പുതിയൊരു വ്യക്തി വരുമ്പോൾ ആ ഗ്രൂപ്പിൻ്റെ എൻ്റയർ ടൈറ്റിൽ വാല്യൂ കുറയുകയാണെങ്കിൽ വന്ന വ്യക്തി അത്യാവശ്യം നെഗറ്റീവ് എഫക്റ്റ് ഉള്ള ഒരാളാണെന്ന് ആലോചിച്ചു. അതായത് വന്ന വ്യക്തിക്ക് ആവറേജ് കുറവുള്ള വ്യക്തിയാണെന്ന് ആലോചിച്ചാൽ മതി. ഗ്രൂപ്പിൽ ഒരാൾ പുതിയത് വരുമ്പോൾ ആവറേജ് കുറയുന്നെങ്കിൽ വന്ന വ്യക്തിക്കും അത്രയും മാത്രം നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വന്ന വ്യക്തിക്കും ഈ ഗ്രൂപ്പിൻ്റെ അത്രയൊരു പുതുമയില്ല, അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ ആവറേജ് ഇല്ല, അതിനേക്കാൾ കുറഞ്ഞ വ്യക്തിയായിരിക്കും വന്നത്. ഇനി എത്ര കുറവുള്ള ആളാണ് വരുന്നത് നോക്കാം. ആവറേജ് 2 കുറഞ്ഞു എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും 2 വെച്ച് കുറഞ്ഞു. ഇയാളും കൂടെ വന്നപ്പോൾ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും 2 വെച്ച് കുറയുമ്പോൾ 6 പേർക്ക് ടോട്ടൽ 6 × 2 -2, അതായത് 12 ഇയേഴ്സ് കുറയണം. ആരേക്കാൾ കുറയണം? ഈ 20, അതായത് പ്രസൻറ്റിൽ 5 പേർക്കും കൂടെ എത്ര ആവറേജ്? 20. ഈ ഗ്രൂപ്പിലോട്ടല്ലേ അൺനോൺ ഏജുള്ള ആൾ വരുന്നത്. അപ്പോൾ 20-നേക്കാൾ 12 കുറഞ്ഞ് 20 - 12 8 ഇയേഴ്സ് ആയിരിക്കും ഇയാളുടെ ഏജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഡീവിയേഷൻ പഠിച്ചാൽ. ഈ 12 വർഷം എന്ന് പറയുന്നത് ഇയാൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ മൊത്തത്തിൽ 12 ഇയേഴ്സിൻ്റെ കുറവ് വന്നു. അപ്പോൾ ഇയാൾക്ക് 12 വയസ്സ് കുറവാണ് 20-നേക്കാൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇൻ കേസ് ഞാൻ പറഞ്ഞു ഡീവിയേഷൻ കുറേയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഏജസ്. അപ്പോൾ ഡീവിയേഷൻ്റെ വീഡിയോ അത് ഗൗതം സാറും ഞാനും നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് കണ്ടിട്ട് ഡീവിയേഷൻ കൺസെപ്റ്റ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവരുത്. ആ വീഡിയോ പോയി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചില ക്വസ്റ്റ്യൻസ്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡീവിയേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. വിതൗട്ട് പെൻ ആൻഡ് പേപ്പർ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4 വർഷം മുമ്പ് ഹസ്ബൻഡ്, വൈഫ്, ചൈൽഡ് ഇവരുടെ പ്രായം 26 വർഷമാണ്. അപ്പം 1 വർഷം, അതായത് 3 ഇയേഴ്സ് അഗോ ആണെങ്കിലോ 4 വർഷം മുമ്പായിരുന്നു 26 ഇയേഴ്സ്. അപ്പം 1 വർഷം കൂടെ കഴിഞ്ഞാൽ പ്രസൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ എത്ര വർഷം എഗോയാ? 3 ഇയേഴ്സ് എഗോ. അപ്പം 3 ഇയേഴ്സ് എഗോ ആണെങ്കിൽ ഇവരുടെ ആവറേജ് എത്ര ആവും? ഒന്ന് കൂട്ടണം. അപ്പോൾ 27 ഇയേഴ്സ് ആയിരിക്കും. അതായത് 4 വർഷം മുമ്പ് 26 ആണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്ന കേസ് 4 വർഷം മുമ്പാണ്. നമ്മുടെ ഫാമിലിക്ക് 26 വയസ്സാണ്. ഇനി 1 വർഷം കൂടെ കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? 3 ഇയേഴ്സ് എഗോ എന്ന് പറയും. അപ്പോൾ 3 ഇയേഴ്സ് എഗോ എൻ്റെ ആവറേജ് ഏജ് എന്തായിരിക്കും? ഒന്ന് കൂട്ടി 27 ഇയേഴ്സ് ആയിരിക്കും. ആ 3 സെയിം ടൈം ഫ്രെയിമിൽ, ആ 3 ഇയേഴ്സ് എഗോയിൽ തന്നെ ആരുടെയൊക്കെ ഏജാ? വൈഫിൻ്റെയും ചൈൽഡിൻ്റെ ഏജ് എത്ര? 22 ഇയേഴ്സ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചേ. 3 ഇയേഴ്സ് അഗോ വൈഫിൻ്റെയും ചൈൽഡിൻ്റെയും ആവറേജ് 22 വർഷമായിരുന്നു. ഈ ഗ്രൂപ്പിലോട്ടാണ് ഹസ്ബൻഡ് വരുന്നത്. ഓക്കെ, ഹസ്ബൻഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് എത്ര കൂടി? 27 വയസ്സായി ഇപ്പം ആവറേജ്. അതിനർത്ഥം 5 ഇയേഴ്സ് ഹസ്ബൻഡ് വന്നതിൻ്റെ ഭാഗമായിട്ട് ആവറേജ് കൂടി. ആവറേജ് കൂടി എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും 5 വെച്ചിട്ട് കൂടി. അങ്ങനെ ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട്? 5 × എത്ര ആൾക്കാർ? 5 ×
15. അപ്പം ഈ ഗ്രൂപ്പിലോട്ടല്ലേ വന്നേ 22 പ്ലസ്, അതായത് ഫാദറിൻ്റെ ഏജ് ഈ വന്ന ഗ്രൂപ്പിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? ഓരോരുത്തർക്ക് 5 വെച്ച് കൂടി, അങ്ങനെ 3 പേരുണ്ട്. 22 പ്ലസ് 15 37 ഇയേഴ്സ് ആയിരിക്കും. എപ്പോ അയാൾക്ക് 3 വർഷം മുമ്പ് 3 years ago ഹസ്ബൻഡിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 37 ഇയേഴ്സ് ആയിരിക്കും. അപ്പം പ്രസൻ്റ് എന്ന് പറയുമ്പോൾ ഇനി എത്ര വർഷം കൂടെ കഴിയണം? 3 വർഷം കൂടെ കഴിയണം. അപ്പോൾ +3 37 + 3 40 ഇയേഴ്സ് ആയിരിക്കും ഹസ്ബൻഡിൻ്റെ പ്രസൻറ്റ് ഏജ്. ഓപ്ഷൻ 4 ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. നമുക്ക് എത്ര ഈ ഒരു സാധനം നിങ്ങൾ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യും. നിങ്ങൾ ഇവിടുന്നേ ചെയ്തു തുടങ്ങുള്ളൂ. നിങ്ങൾക്ക് ആകെപ്പാടെ എത്ര 1 2 നിങ്ങൾ എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനക്കണക്ക് ചെയ്യാനായിട്ട് പറ്റും. ആകെപ്പാട് 2 സ്റ്റെപ്പേ കൂടിപ്പോയേ വരത്തുള്ളൂ. അപ്പോൾ കൺസെപ്റ്റ് ഡീവിയേഷൻ്റെ നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് ഈ കേസിലും ഇനിയും വരുന്ന ആവറേജിൻ്റെ കേസിലും നമുക്ക് ഒത്തിരി മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഓക്കെ, ടൈം കഴിഞ്ഞ് നോക്കിയേ. പ്രഭുവിൻ്റെയും രമേഷിൻ്റെയും ഏജ് 4:7 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവരുടെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് 5:8 ആണ്. അതായത് നോക്കിയേ, രമേഷിനും ഓരോ യൂണിറ്റ്, പ്രഭുവിനും ഓരോ യൂണിറ്റ് ഏജ് വെച്ച് കൂടി. അതായത് ഓരോ യൂണിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 5 വർഷം കഴിയുക എന്ന് പറയുന്നില്ലേ. ഓരോ യൂണിറ്റ് കൂടി എന്ന് പറഞ്ഞതിന് അർത്ഥം 5 വർഷം കൂടിയെന്നാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം. അങ്ങനെങ്കിൽ 4ഉം 7ഉം എത്ര? 4നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 20, 7നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 35 വർഷം. ഇവരുടെ 5 വർഷത്തിന് അല്ലെങ്കിൽ ഇവരുടെ പ്രസൻറ്റ് ഏജസ് എന്ന് പറയുന്നത് 20ഉം 35ഉമാണ്. ഇത് പ്രസൻറ്റ് കേസ്, ഇത് 5 വർഷം കഴിഞ്ഞുള്ള കേസ്. അപ്പോൾ പ്രഭുവിൻ്റെ പ്രസൻറ്റ് ഏജ് എത്ര ആയിരിക്കും? ഓപ്ഷൻ 3 20 ഇയേഴ്സ് ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. ഇത് ആ രീതിയിലൊന്ന് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് നമ്മൾ ആ ഡീവിയേഷൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് ഇട്ടേക്കാവേ. നിങ്ങൾക്ക് പെട്ടെന്ന് പോയി വാച്ച് ചെയ്യാം. അപ്പോൾ നോക്കിയേ, എൻ്റെയും ബീൻ്റെയും പ്രസൻറ്റ് ഏജ് 5:6 ആണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് 4:5 ആണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ യൂണിറ്റ് വെച്ച് കുറഞ്ഞു. 5 എന്നുള്ളത് 4 ആയി, ബിക്ക് 6 എന്നുള്ളത് 5 ആയി. ഓരോ യൂണിറ്റ് വെച്ച് കുറഞ്ഞു. ആ ഓരോ യൂണിറ്റ് കുറഞ്ഞു എന്ന് പറയുന്നതാണ് എത്ര വർഷം കുറഞ്ഞു എന്ന് പറയുന്നത്? 8 വർഷം കുറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ 1 യൂണിറ്റ് 8 ഇയേഴ്സ് ആണെങ്കിൽ 5 യൂണിറ്റ് 40 ഇയേഴ്സ്, 6 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ × 8 48 ഇയേഴ്സ് ആയിരിക്കും. ഇനിയും ഇത് പ്രസൻറ്റാണ്, 8 വർഷങ്ങൾക്ക് ശേഷം ഫ്രം നൗ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എക്ക് 40 + 8 48 വയസ്സും ഈസ്റ്റു ബിക്ക് 48 + 8 56 വയസ്സുമായിരിക്കും. 8 കൊണ്ട് വെട്ടാൻ നേരം 7, 8 കൊണ്ട് വെട്ടാൻ നേരം 6. സോ അവരുടെ 8 ഇയേഴ്സിന് ശേഷമുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 6:7 ആയിരിക്കും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 സെക്കൻഡ്സ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഒരു അമ്മ പറയാണ്, നീ ജനിച്ചപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത്
നിൻ്റെ ഏജിൻ്റെ അത്ര, നിനക്കിപ്പോൾ എത്ര ഏജ് ഉണ്ടോ അത്രയും ഏജ് ഉണ്ടായിരുന്നു ആ കുട്ടി ജനിക്കുമ്പോൾ എന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഈ 5 years ago സൺസ് ഏജ് 21 വയസ്സാണ്, അല്ല 16 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വർഷം കഴിഞ്ഞല്ലേ പ്രസൻറ്റ് കേസ് വരുന്നത്. 5 വർഷം മുമ്പ് 16 ആണ്, 5 വർഷം കഴിഞ്ഞ്, അതായത് ഇപ്പോൾ പ്രസൻറ്റിൽ 16 + 5 21 years ആയിരിക്കും പ്രസൻറ്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 21 വയസ്സായിരുന്നു എന്ത് സൺ ജനിക്കുന്ന സമയത്ത് അമ്മയുടെ പ്രായം. അപ്പോൾ സൺ ജനിക്കുക എന്ന് പറഞ്ഞാൽ 21 വയസ്സ് പിന്നോട്ട് പോകണം. അപ്പം 21 വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ ഏജ് സണ്ണിൻ്റെ പ്രസൻറ്റ് ഏജ് ആയിരുന്നു 21 ആയിരുന്നു. പ്ലസ് ഇനി അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വർഷം ആയി കഴിഞ്ഞു, 21 വർഷം പിന്നെയും കഴിഞ്ഞു. കാരണം മോൻ ജനിച്ചിട്ട് 21 വർഷമായി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് 21 വർഷം കൂടി 21 എത്ര ഏജായി 42 years ആയിരിക്കും അമ്മയുടെ ഏജ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ഏജ് ഓഫ് മദർ എന്ന് പറയുന്നത് 42 years ആയിരിക്കും. ഓപ്ഷൻ ഫസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കി ഇവിടെ നമ്മൾ ബാലൻസിങ് ഓഫ് ടേംസ് എന്ന് പറയുന്ന ആരും അതോടെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കി എൻ്റെയും ബീൻ്റെയും ഏജസിൻ്റെ റേഷ്യോ 9:13 അല്ലേ. 9:13 ആൻഡ് 8 yearsന് ശേഷം 4 years ago ആണ്. അപ്പം -4 years. പ്രസൻറ്റിൽ നിന്നും 4 years മുമ്പ് അവരുടെ റേഷ്യോ 9:13 ആൻഡ് പ്രസൻറ്റിൽ നിന്നും 8 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഏജിൻ്റെ റേഷ്യോ 3:4. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിൽ എറാസ് തമ്മിൽ ടൈം പീരീഡ് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ടോട്ടൽ? 8 - -4 12 വർഷമുണ്ട്. അതായത് നോക്കി ഇത് പ്രസൻറ്റ്, ഇവിടുന്ന് 4 years, ഇവിടുന്ന് +8 years. അപ്പം 8ഉം 4ഉം ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര? 12 yearsൻ്റെ ഗ്യാപ്പ് ഉണ്ട് ഈ രണ്ട് സിറ്റുവേഷന് തമ്മിൽ. അപ്പം നോക്കിയേ ഞാനിപ്പം ഇയാളുടെ ഏജ് എത്ര, ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്നത് 9ഉം 3ഉം 6 ആണെങ്കിൽ ഇവിടെ അത് 9 യൂണിറ്റ്. അതായത് രണ്ട് ഫേസിലും ഇവർ തമ്മിലുള്ള രണ്ട് ടൈം പീരീഡിലെയും രണ്ട് ആൾക്കാരുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം യൂണിറ്റ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 1. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 4. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 3 × 4 12, 4 × 4 16. ഇനി നോക്കിക്കേ 8 വർഷങ്ങൾക്ക് ശേഷം എൻ്റെയും ബീൻ്റെയും 12ഉം 16ഉം യൂണിറ്റ് ആയിരുന്നു. ആൻഡ് 4 വർഷങ്ങൾക്ക് മുമ്പ് 9ഉം 13ഉം ആയിരുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? കണ്ടോ, സെയിം 3 യൂണിറ്റ് ആയില്ലേ. അതായത് ഈ രണ്ട് ടൈം പീരീഡിലും തമ്മിലുള്ള വ്യത്യാസം 3 യൂണിറ്റ് ആണ്. ഈ 3 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എത്ര വർഷം? 8ഉം 4ഉം 12 years എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 12/3 4 years ആയിരിക്കും. നോക്കി ഇവർക്ക് 4 വർഷം മുമ്പുള്ള ഏജ് അല്ലേ ഇത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെ 4 കൊണ്ട് ഗുണിക്കാൻ നേരം 36ഉം 52. ഇപ്പോൾ പ്രസൻറ്റിലി അല്ല ഇവർക്കിപ്പം 4 വർഷം മുമ്പ് 36 വയസ്സും 52 വയസ്സുമായിരുന്നു എയ്ക്കും ബിക്കും. 4 വർഷം കഴിഞ്ഞ്, അതായത് പ്രസൻറ്റ് ഏജസ് എന്ന് പറഞ്ഞാൽ 36ഉം 52ഉം 4 കൂട്ടുമ്പോൾ 40ഉം 56. ഞാൻ ചോദിച്ചേക്കുന്നത് എന്താ? 4 yearsന് ശേഷം അവരുടെ ഏജ് എത്ര ആയിരിക്കും എന്നാ. ഇതിപ്പോൾ പ്രസൻറ്റിൽ 40ഉം 56ഉം, ഇനി ഒരു 4 കൂട്ടണം. അപ്പം 44ഉം 50 അല്ല 60 അല്ലേ. അപ്പം 4 കൊണ്ട് വെട്ടാൻ നേരം 15, 4 കൊണ്ട് വെട്ടാൻ നേരം 11. അപ്പോൾ റേഷ്യോ 11:15 ആയിരിക്കും. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. നോക്കിയേ വിശാലും അതിഥിയുടെയും ഏജിൻ്റെ സമ്മ് 105 years ആണ്. വിശാലും അതിഥിയും തമ്മിലുള്ള ഏജിൻ്റെ ഡിഫറൻസ് 25 years ആണ്. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, രണ്ടും കൂടെ മൈനസ് ചെയ്യുക. ഇതേ മൈനസ് ഇത്, അതായത്
വിശാലും വിശാലും മൈനസ് ആയി പോവും. എ മൈനസ് ഓഫ് മൈനസ് എ 2a ആവും. അപ്പോൾ 2a ഈസ് ഈക്വൽ ടു 105 മൈനസ് 25 80. എയുടെ വാല്യൂ അതിഥിയുടെ വയസ്സ് 40 ഇയേഴ്സ് എന്ന് കിട്ടും. 40നേക്കാൾ 7 വർഷം കൂടുതലാണ് പ്രീതമിൻ്റെ ഏജ്, അതായത് 47 ഇയേഴ്സ് ആയിരിക്കും പ്രീതമിൻ്റെ പെർസെൻറ്റേജ്. ഓപ്ഷൻ 3 ആയിരിക്കും അല്ലേ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30 seconds. ഓക്കെ, ടൈം കഴിയും. നോക്കിയാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 4 persons 86 ഇയേഴ്സ് ആണ് അല്ലേ. ആവറേജ് അല്ല, സമ്മ് ടോട്ടൽ ഓഫ് ഏജസ് ഓഫ് 4 persons 86. അപ്പോൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. 86/4 43/2 അവിടെ ഇരിക്കട്ടെ. ഇനിയും 43 ഇത് ഇവരുടെ പ്രസൻറ്റ് ആവറേജ് ആണ്. 4 വർഷം പുറകോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ആവറേജും 4 വർഷം കുറയും. 43/2 മൈനസ് 4 43 മൈനസ് 8/2, അതായത് 35/2 17.5 ഇയേഴ്സ് ആയിരിക്കും ഇവരുടെ പ്രസൻറ്റ് അല്ല 4 years ago ഉള്ള ആവറേജ് എന്ന് പറയുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സീരീസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫ്രഷ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഡീവിയേഷൻ മെത്തേഡ് പഠിച്ചെടുക്കണം. അത് കുറേ ആവർത്തി കണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് തെറ്റിച്ച് സ്വയമേ തിരുത്തി ഒരു ലെവലാകുമ്പോഴേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വൺ ഓഫ് ദ ടഫസ്റ്റ് ഷോർട്ട് കട്ട്സിൽ ഒന്നാണ് ഡീവിയേഷൻ. അത് കുറച്ച് സമയം എടുക്കും, അത് ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾക്ക് ഡീവിയേഷൻ കാണാൻ ഉറക്കുന്നവരാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് രണ്ടാമത്തെ സീരീസ് ആണെന്ന് തോന്നുന്നു, ഇതിൻ്റെ മുമ്പത്തെ അതായത് ഒരു 2 സീരീസിൻ്റെ തൊട്ട് മുമ്പ് ബേസിക്സിൻ്റെ ടൈമായിരുന്നു. ആ സമയത്ത് ഡീവിയേഷന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി ആദ്യം വാച്ച് ചെയ്യുക. എന്നിട്ട് ആവറേജിൽ പുതിയ ക്വസ്റ്റ്യൻസ് ഡീവിയേഷനിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് തെറ്റും കുറച്ച് സമയം എടുത്താലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കിട്ടി. അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം ട്രസ്റ്റ് യുവർ പ്രോസസ് ആൻഡ് വർക്കൗട്ട് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ സീരീസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻ കേസ് എൻ്റെ ഡൗട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ഇഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അഡ്മിഷൻസ് ഇപ്പം ഓഫ്ലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓഫ്ലൈൻ ആസ് വെൽ ആസ് ഓൺലൈൻ. അപ്പം 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് കോച്ചിങ് ചേരുന്നത്. ആദ്യം ബേസിക് ക്ലാസ്സസ്, പിന്നെ സർക്കിൾസ്, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്. അപ്പോൾ ഇൻ കേസ് ഇപ്പം ഞാനിവിടെ ഓഫ്ലൈൻ മെൻറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കോച്ചിങ് തരുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. സർക്കിൾ സെഷൻ മുതൽ സൂപ്പർ ബാച്ച് വരെ ഞങ്ങൾ മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതും. ഇനി ഇതൊക്കെ ലൈവായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരേണ്ട മെത്തേഡ്സ് ആണ് ഡീവിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് കിട്ടും. അപ്പോൾ സൂപ്പർ ബാച്ച് വരെ നിങ്ങൾക്ക് ക്ലാസ്സസിന് ശേഷമുള്ള സൂപ്പർ ബാച്ച് വരെ ഉള്ളത് മെൻറ്റർ സപ്പോർട്ടായിരിക്കും കൂടുതലും. അപ്പം നിങ്ങൾക്ക് ഗൈഡൻസും ഡൗട്ട് ക്ലാരിഫിക്കേഷനും എഫക്റ്റീവായിട്ട് നടക്കും. റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ വർക്കൗട്ട് സെഷൻ കുറച്ചുകൂടെ വൃത്തിക്ക് പോകും. ആൻഡ് ഫൈനലി മോക്ക് ഇൻ്റർവ്യൂവിൽ ബാങ്ക് എക്സാംസിൻ്റെ PO റൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ട ആംപിൾ ഇനഫ് ക്ലാരിഫിക്കേഷനുള്ള ഇൻഫർമേഷൻ കിട്ടും. സോ നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ ലൈവായിട്ട് പഠിക്കാൻ പറ്റും. മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഓൺലൈൻ മെൻറ്റർ സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഒരു സൂം മീറ്റോ അല്ലെങ്കിൽ G-Meet വഴി നിങ്ങൾക്ക് ലൈവായിട്ടുള്ള മെൻറ്ററിങ് സപ്പോർട്ടായിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.